ഇസ്രായേലിനെതിരെ ആക്രമണങ്ങളിൽ പങ്കുണ്ടെന്നാരോപിച്ച് തടവിലാക്കപ്പെട്ട നൂറുകണക്കിന് ഫലസ്തീനികളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. വംശീയ നിയമനിർമ്മാണമെന്ന് നിയമവിദഗ്ധർ വിമർശിക്കുന്ന വിവാദ നിയമം നെസെറ്റ് പാസാക്കിയിരിക്കുന്നു. തീവ്ര വലതുപക്ഷ മന്ത്രിയായ ഇറ്റാമർ ബെൻഗൂർ ആണ് ഈ നിയമത്തിന് പിന്നിലെ പ്രധാന വ്യക്തി. മാർച്ച് 30 നടന്ന വോട്ടെടുപ്പിൽ 120 അംഗ പാർലമെന്റിൽ 62 പേരുടെ പിന്തുണയോടെ ബില്ല് പാസാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളുടെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഈ നിയമം. ഇസ്രായേലി പൗരന്മാർക്കെതിരായ ആക്രമണങ്ങളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന ഫലസ്തീനികൾക്ക് ഇനി മുതൽ തൂക്കിക്കൊല്ലൽ സ്ഥിരം ശിക്ഷയായി മാറും. വെസ്റ്റ് ബാങ്കിലെ പ്രത്യേക സൈനിക കോടതികൾ വഴിയായിരിക്കും ഇത് നടപ്പിലാക്കുക. ശിക്ഷ വിധിച്ച് 90 ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കണം. പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ഇത് 180 ദിവസം വരെ നീട്ടാൻ അനുവാദമുള്ളൂ. തന്റെ കോട്ടിൽ ഒരു തൂക്കുകയറിന്റെ ആകൃതിയിലുള്ള പിന്ന് ധരിച്ചായിരുന്നു ഇറ്റാമർ ബെൻഗൂർ സഭയിലെത്തിയത്. നിയമം പാസ്സായതോടെ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ പൗരന്മാരുടെ ജീവൻ എടുക്കുന്ന ഓരോ ഭീകരനും വധശിക്ഷ നൽകുമെന്ന് ബെൻഗൂർ പ്രഖ്യാപിച്ചു. കൊലയാളികൾ ജയിലിലെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് ശ്വസിക്കില്ല എന്നും നെസറ്റിൽ ബെൻഗൂർ പറഞ്ഞു. മുൻപ് വധശിക്ഷ നൽകാൻ ജഡ്ജിമാരുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനം ആവശ്യമായിരുന്നുവെങ്കിൽ പുതിയ നിയമപ്രകാരം വെറും ഭൂരിപക്ഷം മാത്രം മതി എന്നത് ഫലസ്തീനികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ വഴിയൊരുക്കുന്നതാണ്. ഈ നിയമപ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്ക് മേൽക്കോടതികളിൽ അപ്പീൽ നൽകാനോ മാപ്പിനായി അപേക്ഷിക്കാനോ ഉള്ള അവകാശങ്ങൾ വളരെ പരിമിതമാണ്. വധശിക്ഷയ്ക്ക് പകരം ജീവപര്യന്തം നൽകാൻ കോടതികൾക്ക് അധികാരമുണ്ടെങ്കിലും അത് പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമായിരിക്കും. ഈ നിയമം വംശീയവും വിവേചനപരവുമാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. പ്രധാനമായും ഫലസ്തീനികളെ ലക്ഷ്യം വെച്ചാണ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. സൈനിക കോടതികളിൽ ഫലസ്തീനികൾക്ക് വധശിക്ഷ വിധിക്കുമ്പോൾ സമാനമായി കുറ്റകൃത്യം ചെയ്യുന്ന ജൂത പൗരന്മാർ സാധാരണ സിവിൽ കോടതികളിലാകും വിചാരണയ്ക്ക് വിധേയരാവുക.